അപ്പോൾ കീനുവ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കീനുവ വേവിച്ചെടുത്തതാണത്, അതൊരു 1/2 കപ്പ്. പിന്നെ കുറച്ച് ക്യാബേജ്, സവാള അരിഞ്ഞത്, വെള്ളക്കടല പുഴുങ്ങിയെടുത്തത്, കോൺ പുഴുങ്ങിയത്, സ്വീറ്റ് കോൺ, പിന്നെ എള്ള് വേണം, വെളുത്ത എള്ള്, കറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് അവഗാഡോ, അതൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയുടെ പകുതി, കുറച്ച് മല്ലിയില, ഒരു ചെറിയ പച്ചമുളക്. പിന്നെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്, ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ നമ്മൾ വേവിച്ച് വെച്ച കീനുവ, 1/2 കപ്പ് കീനുവ ഇട്ട് കൊടുക്കുക. കീനുവ ഭയങ്കര ഹെൽത്തിയാണ്, സൂപ്പർ ന്യൂട്രീഷ്യസും, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്ത്, ബോൺ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ചേർക്കുന്നത് ക്യാബേജ്, സവാള പൊടിയായി അരിഞ്ഞത്, വേവിച്ച കടല, കോൺ, അവഗാഡോ, തക്കാളി, മല്ലിയില, ചെറുതായി മുറിച്ച പച്ചമുളക്, ഇതെല്ലാം ആദ്യം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് എള്ളും പംകിൻ സീഡും കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സാലഡിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് തന്നെ ഒരു ചെറിയ ടീസ്പൂൺ ഒലിവ് ഓയിൽ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ ചേർക്കണമെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. കാഷ്യൂവിൻ്റെ പേസ്റ്റ് അരച്ച് ചേർത്താലും മതി. ഡ്രസ്സിങ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടവും ഇളക്കി കൊടുക്കുക. എന്നിട്ട് പംകിൻ സീഡും കപ്പലണ്ടിയും എള്ളും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലായിടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കീനുവ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു.